കോഴിക്കോട് വടകരയിൽ യുവാവ് മരിച്ചത് മർദ്ദനത്തിന് പിന്നാലെ എന്ന് കണ്ടെത്തൽ. വില്യാപ്പള്ളി സ്വദേശി ഷിജുവാണ് മരിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മർദ്ദനത്തിനിരയായി എന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ വില്യാപ്പള്ളി സ്വദേശി അനീഷ് അറസ്റ്റിലായി. വിവരങ്ങളുമായി റിയാസ് കെ.മാർ ചേരുന്നുണ്ട്. റിയാസ്, വില്യാപ്പള്ളി സ്വദേശിയായ ഷിജുവിന്റെ മരണത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. മരണത്തിന് മുമ്പ് ഷിജു മർദ്ദനത്തിനിരയായെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മെയ് 14 വില്യാപ്പള്ളി സ്വദേശിയായിട്ടുള്ള 49-കാരനായ ആന്താടത്തിൽ ഷിജു കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഉടൻ തന്നെ വടകരയിലെ സഹകരണ ആശുപത്രിയിലും പിന്നീട് അവിടെ ജില്ലാ ആശുപത്രിയിലും ഒക്കെ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് ആ സമയത്ത് അസ്വാഭാവിക മരണത്തിനൊക്കെ കേസെടുത്തിരുന്നു. പോലീസ് അതിൻ്റെ ഭാഗമായി ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം, പക്ഷേ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ട് തന്നെ പോലീസ് ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം തുടരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. ആ അന്വേഷണത്തിലാണ് ഈ മരണപ്പെട്ട ഷിജുവും ഒപ്പം തന്നെ വില്യാപ്പള്ളി സ്വദേശി തന്നെയായിട്ടുള്ള നിലവന അനീഷും തമ്മിൽ ഈ മരിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുൻപ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ മർദ്ദനത്തെ തുടർന്നാണ് ഈ ഷിജു കുഴഞ്ഞു വീണത് എന്ന് വ്യക്തമായിട്ടുണ്ട്. മരണകാരണം പക്ഷേ ഹൃദയാഘാതമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എങ്കിൽ കൂടിയും ആദ്യം ഇത് കണ്ടെത്തിയതോടുകൂടി തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് വടകര പോലീസ് കേസെടുക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ BNS 105 പ്രകാരം ഉള്ള ഒരു കേസും കൂടി ഈ ഷിജുവിൻ്റെ മരണത്തിൽ അനീഷിനെതിരെ എടുത്തിട്ടുണ്ട്. വടകര പോലീസ് ഇൻസ്പെക്ടർ K. മുരളീധരനാണ് അനീഷിനെ അറസ്റ്റ് ചെയ്തത്. കർത്തു ശരി, കോഴിക്കോട് വടകരയിലെ യുവാവിന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരണത്തിന് മുമ്പ് മർദ്ദനമേറ്റിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റിയാസ് കെ.മാർ ആണ് വിവരങ്ങൾ നൽകിയത്.